ഇന്നത്തെ സുവിശേഷം ഭയത്തോടെ ആരംഭിക്കുന്നു. പുറത്തല്ല, ഒരു മുറിക്കുള്ളിൽ. ശിഷ്യന്മാർ അടച്ച വാതിലുകൾക്കു പിന്നിൽ. പാപബോധം, ലജ്ജ, പരാജയം. അവർ യേശുവിനെ വിട്ടോടി. പത്രോസ് അവനെ നിഷേധിച്ചു. പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അത്തരം ഭയത്തിലേക്ക് യേശു വരുന്നു. കോപത്തോടല്ല, ആക്ഷേപത്തോടല്ല. ഒരു വാക്കോടെ, നിങ്ങൾക്കു സമാധാനമുണ്ടാകട്ടെ. ഇതാണ് ദൈവകരുണ. യേശു തന്റെ മുറിവുകൾ മറച്ചില്ല. അവ കാണിച്ചു. മുറിവേറ്റ കൈകൾ, അവന്റെ മുറിവേറ്റ പാർശ്വം. പരാജയത്തിന്റെ അടയാളമല്ല, സ്നേഹത്തിന്റെ അടയാളങ്ങൾ. പിന്നീട് അവനൊരു ദാനം നൽകുന്നു. വലിയ ദാനം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കൂ. നിങ്ങൾ ക്ഷമിക്കുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടും. സഭയിലൂടെ ലഭിക്കുന്ന കരുണയുടെ ദാനം. ഒരു ശിഷ്യനില്ല. തോമസ്, അവൻ സംശയിക്കുന്നു. ഞാൻ കാണാതെ വിശ്വസിക്കില്ല. യേശു വീണ്ടും വരുന്നു. അവനെ തള്ളാനല്ല, അവനെ സമീപിക്കാൻ. എന്റെ മുറിവുകൾ സ്പർശിക്കൂ. അവിശ്വാസിയായിരിക്കരുത്. തോമസ് വിളിക്കുന്നു, എന്റെ കർത്താവും എന്റെ ദൈവവും. ഇപ്പോൾ യേശു നമ്മോട് പറയുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ ആകുന്നു. പക്ഷേ ഒരു ചോദ്യം. നാം ഈ കരുണ സ്വീകരിക്കുമോ? ഒരു മനുഷ്യനുണ്ടായിരുന്നു. ജോർജ് വിൽസൺ. അവന് മരണശിക്ഷ വിധിച്ചു. പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സൺ ക്ഷമ നൽകി. പക്ഷേ അവൻ നിരസിച്ചു. ന്യായാധിപൻ പറഞ്ഞു, സ്വീകരിക്കുമ്പോഴേ ക്ഷമയാകൂ. അങ്ങനെ അവൻ മരിച്ചു. മറ്റൊരാൾ, വോൾട്ടേർ. പശ്ചാത്താപത്തിന് സമയം ചോദിച്ചു. പക്ഷേ സമയം കഴിഞ്ഞു. കരുണ വാതിൽക്കൽ. പക്ഷേ തുറന്നില്ല. ഇതാണ് ദുരന്തം. കരുണയില്ലാത്തതല്ല, സ്വീകരിക്കാത്തത്. എന്നാൽ കരുണ ഹൃദയം മാറ്റും. ചിന്തിക്കൂ, വെസ്റ്റ് നിക്കൽമൈൻ സ്കൂൾ ഷൂട്ടിംഗ്. മക്കളെ നഷ്ടപ്പെട്ടവർ. കൊലയാളിയെ ക്ഷമിച്ചു. അവന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ദ്വേഷത്തിനു പകരം കരുണ തിരഞ്ഞെടുത്തു. നമ്മുടെ സംസ്കാരത്തിലും കരുണ കാണാം. വിഭീഷണ, ഒരു പുറംവാസി. റാമ അവനെ സ്വീകരിച്ചു. കൈകേയി ക്ഷമിക്കപ്പെട്ടു. നമ്മുടെ നാട്ടിൽ തോമസ് ദ അപ്പോസൽ കേരളത്തിലെത്തി. സംശയത്തിൽ നിന്ന് ദൗത്യത്തിലേക്ക്. കരുണയിൽ നിന്ന് സാക്ഷ്യത്വത്തിലേക്ക്. മദർ ടെരേസയെ നോക്കൂ. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞതുപോലെ, അവൾ കരുണയായി ജീവിച്ചു. മറ്റൊരു കഥ. ഒരു സ്ത്രീ ഒരു നല്ല പ്രവൃത്തികൊണ്ട് ഉയർത്തപ്പെട്ടു. പങ്കിടാൻ വിസതിച്ചു. അവൾ വീണ്ടും വീണു. കരുണ പങ്കിടേണ്ടതാണ്, സൂക്ഷിക്കാനുള്ളതല്ല. ഇന്ന് യേശു നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. വിധിക്കാനല്ല, പറയാൻ. നിങ്ങൾക്കു സമാധാനമുണ്ടാകട്ടെ. നിങ്ങൾ കരുണ സ്വീകരിക്കുമോ? ഹൃദയം തുറക്കുമോ? അവന്റെ അടുക്കൽ വരുമോ? കുംഭസാരത്തിൽ മറ്റൊരു ചോദ്യം. ആരെ ക്ഷമിക്കണം? കരുണ നിരസിക്കരുത്. സ്വീകരിക്കൂ. കരുണയാകൂ. തോമസിനെ പോലെ പറയാം, എന്റെ കർത്താവും എന്റെ ദൈവവും. കരുണാമയനായ യേശുവേ, ഞങ്ങളുടെ അടഞ്ഞ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. ഞങ്ങളെ സൗഖ്യമാക്കണമേ. ക്ഷമിക്കണമേ. നിന്നിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് കരുണയായിരിക്കാനും സഹായിക്കുകയും ചെയ്യണമേ. യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ആമേൻ.